ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ റിപ്പോർട്ടേഴ്സ് പ്രസ് കോൺഫറൻസിൽ തത്സമയം വന്നിരിക്കുകയാണ്. നമസ്കാരം ശ്രീ കെ എൻ ബാലഗോപാൽ. നമസ്കാരം. ഞാൻ സ്മൃതി പരുത്തിക്കാട്, ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, സുജയ പാർവതിയുണ്ട്. ഞങ്ങൾ 3 പേരുമാണ് ഇവിടെയുള്ളത്. മിനിസ്റ്റർ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരുന്ന ടീമാണല്ലോ അപ്പുറത്തൊന്ന് പറയായിരുന്നു കേട്ടോ. ആണല്ലേ? ശരി. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരുന്ന പ്ലാൻ തുകയിൽ കുറവ് വരുത്തിയ ശേഷം ഇത്തവണ കൂട്ടി എന്ന് പറയുന്നു എന്നതാണ് ബജറ്റിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്ന് അങ്ങ് പറയുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് മെച്ചപ്പെട്ടത്? നമ്മുടെ നികുതി പിരിക്കൽ ശേഷി കൂടിയിട്ടില്ല. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ മെച്ചപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതോടൊപ്പം ഈ കുറവ് വരുത്തിയതിനു ശേഷം കൂട്ടിയെന്ന വിമർശനത്തിനുകൂടി മറുപടി. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട അങ്ങേയറ്റം എത്തിയെന്നല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടാക്സ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ടാക്സിൻ്റെ നമ്മുടെ തനത് നികുതി വരുമാനത്തിൻ്റെ എല്ലാ തരത്തിലും നികുതിയേതര വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എല്ലാ വർഷവും വലിയ കട്ടിങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000 കോടിയിലധികം രൂപയാണ് നമുക്ക് തൊട്ടു മുമ്പത്തെ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കുറയ്ക്കുന്നത്. അത് പല ന്യായം പറഞ്ഞിട്ടാണ്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് നേരെ എടുത്ത സമീപനവും മറ്റു സംസ്ഥാനങ്ങളും എടുത്ത സാന്നിധ്യവും ഒക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കകത്ത് കഴിഞ്ഞ വർഷം വരെ പല വെട്ടിക്കുറവ് വന്നു. ഇനിയിപ്പോൾ ഈ വർഷം നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെട്ടിക്കുറവൊന്നും പുതുതായിട്ട് വരാനില്ല, എല്ലാം പോയി കഴിഞ്ഞു. പക്ഷേ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ മിനിസ്റ്റർ, കഴിഞ്ഞ ബജറ്റിൽ ഗവർണറുടെ അസന്റ് വരുന്നതിന് മുൻപ് തന്നെ പ്ലാൻ കട്ട് ചെയ്ത് 50% ആക്കി എന്നൊരു വിമർശനമുണ്ട്. അങ്ങനെ പ്ലാൻ കട്ട് ചെയ്തിട്ടില്ലല്ലോ. പ്ലാനിനകത്ത് ചില പ്രയോറിറ്റൈസേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം വരുന്നതിനകത്ത് നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ അന്ന് തന്നെ പറഞ്ഞു. അല്ലാതെ എന്തെങ്കിലും ലീഗലായിട്ടുള്ള ഒരു തെറ്റോ അല്ലെങ്കിൽ ലീഗലായിട്ട് നമുക്ക് പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു ഫാക്ച്വലി പ്ലാൻ കട്ട് ചെയ്യുന്നുള്ള തീരുമാനം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് 1,78,000 കോടി രൂപ ഈ സാമ്പത്തിക വർഷം ചിലവാക്കാനായിട്ട് കഴിയും. അതാണ് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്. കഴിഞ്ഞ വർഷം 1,59,000 ചിലവാക്കാൻ പറ്റിയിരുന്നുള്ളൂ, അല്ലെങ്കിൽ 1,60,000. അപ്പോൾ അത്രയും ഒരു വർധന പ്രാക്ടിക്കലി വന്നിട്ടുണ്ട് ചിലവിൽ. അങ്ങനെ ചിലവ് വരുന്നു. അടുത്ത വർഷം ഇനിയൊരു 10-15,000 കോടി രൂപയെങ്കിലും അധികം ചിലവാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി ഗ്രോത്ത് വരും. ഇതാണ് നമുക്കൊരു ഗ്രോത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതല്ല. പക്ഷേ ഇന്ന് തന്നെ സർക്കാർ ജീവനക്കാർക്കൊരു DA പ്രഖ്യാപിച്ചു. അവർക്ക് കിട്ടുമെന്നവർ പ്രതീക്ഷിച്ചല്ല, കിട്ടത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന 2 കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തിൻ്റെ കൊടുത്തു. പെൻഷനായവർക്ക് അവരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 1 ഗഡു, ലാസ്റ്റ് ഗഡു ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരെ ഡെയിലി കരാറുകാർക്ക് അവർക്ക് 5% വർധന കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ മറ്റ് മേഖലകളിൽ ധാരാളം നിക്ഷേപം വർദ്ധിക്കുന്ന, കൂടുതൽ തൊഴിലവസരം വരുന്ന കുറേ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് GPU, GCC തുടങ്ങിയ ഏറ്റവും ആധുനികമായ മേഖലകളിലെ പ്രവർത്തനം, കടൽ തീരത്തും വനമേഖലയിലുമൊക്കെയുള്ള പ്രത്യേക ചില പദ്ധതികൾ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മളിന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ ചെയ്യാറുമുണ്ട്. ആ ചെയ്യാനുള്ള പദ്ധതികൾ പറഞ്ഞു. അമിതമായ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പ്രതിപക്ഷം പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ, പ്ലാനില്ലാതെ ഒന്നും ചെയ്യുന്ന തരത്തിലല്ല. അത് കണക്കുകൾ നോക്കിയാൽ മതി. ഇത്രയും അധികം സ്പെൻഡിങ് നടക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാം. ശ്രീ കെ എൻ ബാലഗോപാൽ, നിശ്ചയമായും ഈ നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നതിൻ്റെ സൂചന കാണിക്കുന്ന ബജറ്റ് തന്നെയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ, അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റ്. പ്രത്യേകിച്ച് കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ഈ പറയുന്ന ദിവസവേതന ജീവനക്കാർ, കുടുംബശ്രീക്കാർ, സർക്കാർ ജീവനക്കാർ, ഇങ്ങനെ പല വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റായിട്ട് തന്നെയാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായി വാർത്ത വന്നുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ക്ഷേമ പെൻഷനിൽ 100 രൂപ മുതൽ 200 രൂപ വരെയൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഈ ഒരു വർഷത്തിൽ അത്തരത്തിലൊരു ജനപ്രിയ നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ കഴിയാതെ പോയത്? അത് നമ്മൾ പ്രഖ്യാപിച്ചു പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു 2-3-4 വർഷം മുമ്പ്, ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക 5 ഗഡുവായിരുന്നു. 5 ഗഡു എന്ന് പറയുമ്പോൾ 5000 കോടിയാണ്. അപ്പോൾ അന്ന് നമ്മൾ ആലോചിച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നമ്മൾ 2 ഗഡു ഈ വർഷം കൊടുക്കും. 2000 കോടി കൊടുത്തു.
ഇനി 3000 കോടി കൊടുക്കാനുണ്ട്. ഈ 3000 കോടിയും കൂടെ കൊടുത്തു തീർത്താലേ നിലവിലുള്ള കുടിശ്ശിക തീരൂ. ആ കുടിശ്ശിക തീർക്കുന്നതിനല്ലേ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷമാണല്ലോ നമുക്ക് മറ്റു വർധനയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തോ ആലോചിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് പറയുകയും കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്, ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച്. അത് വ്യക്തമാണ്. ഒരു കാര്യം കൂടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്തയായി വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കളുടെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് കിഫ്ബിയിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്ന്. അപ്പം കിഫ്ബിയിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ പ്രധാനമായും വരുന്ന ആശങ്ക എന്ന് പറയുന്നത് ഈ പറയുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിവ് സംഭവിക്കും എന്നാണ്. ആ രീതിയിലുള്ള ചില വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്ന് വരുന്നുമുണ്ട്. അത്തരത്തിലൊരു പദ്ധതി ഇപ്പോഴും പൈപ്പ് ലൈനിലുണ്ടോ സർക്കാരിൻ്റെ പക്കത്ത്? റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള സ്കീമുകൾ കിഫ്ബിയുടെ ആദ്യകാലത്ത് മുതലേ അതിൻ്റെ ആലോചനയുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫൈനൽ തീരുമാനം വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത് സംബന്ധിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്, ഫയലുകൾ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ടെക്നോ പാർക്കിലും സൈബർ പാർക്കിലും ഒക്കെ IT ബിൽഡിങ്, എനിക്ക് ഓർമ്മ വരുന്ന കാര്യം പറയുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിഫ്ബി പിന്നെ പണം കൊടുത്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിന് പണം കൊടുത്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി എങ്ങനെ ശാസ്ത്രീയമാക്കണം, പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് കടുത്ത സാമ്പത്തിക നിയന്ത്രണം വരികയും ശ്വാസം മുട്ടിച്ച് ഈ സാധനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ കാര്യം വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊല്ലത്തെ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് പരസ്പരം വരുമാനം ഷെയർ ചെയ്യുന്ന ഒരു IT പാർക്കിനെ പറ്റി പറഞ്ഞത്. ഇത്തരം ധാരാളം കാര്യങ്ങൾ 100 പദ്ധതികളാണ് ഇന്ന് അനൗൺസ് ചെയ്തത്. ഇത് പൈലറ്റ് പ്രൊജക്റ്റുകൾ വിജയിക്കുകയാണെങ്കിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു 10-10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ മേഖലയിൽ മാത്രം വരാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയ്ക്കും വേണ്ടി സാധ്യതയുണ്ട്. വിജയകരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹോട്ടൽ പ്രൊജക്റ്റ് പോലുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാമല്ലോ. ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങ് പറഞ്ഞതുപോലെ ഒരു പോപ്പുലർ അല്ലെങ്കിൽ ഒരു പോപ്പുലിസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കാനൊക്കെ എളുപ്പമായിരുന്നു, തെരഞ്ഞെടുപ്പ് കാലമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഊന്നിയുള്ള ഒരു ബജറ്റാണ് എന്ന് ഇതിൻ്റെ ഒരു സൂക്ഷ്മതലത്തിലേക്ക് കടന്നാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമ ആശ്വാസങ്ങൾ, അതുപോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ അടുത്ത ഒരു തുടർ സർക്കാർ കൂടി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു ഭാവി കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റിലേക്കാണ്, യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം അങ്ങ് നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ വിഭവ സമാഹരണം, അതാണല്ലോ നേരിടുന്ന ഒരു പ്രതിസന്ധി. കേന്ദ്രം വല്ലാതെ ഞെരുക്കുന്നു എന്നുള്ള ഒരു കാര്യം അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ബജറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിലുടനീളം. അങ്ങനെ ഈ സർവ്വതല സ്പർശിയായി ചില മേഖലകളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്, എന്നാൽ ചില മേഖലകളിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അവയൊക്കെ അങ്ങനെ ഒരു വെറും പൊള്ളയായ ഒരു പ്രഖ്യാപനം മാത്രമാക്കി വെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് താങ്കൾ എത്തിയത്? ഈ നമ്മൾ പൊള്ളയായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ആളുകൾ വിശ്വസിക്കത്തില്ല. 1-2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കില്ല. അതേസമയം നമ്മൾ പറയുന്നതിനേക്കാൾ അല്പം കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പും ക്യാമ്പയിനും ഒക്കെ വരുമ്പോൾ പോപ്പുലിസ്റ്റ് ബഡ്ജറ്റുകളുടെ പ്രാധാന്യമുണ്ട്. പോപ്പുലിസ്റ്റ് തന്നെയാണ് പല അർത്ഥത്തിൽ ഈ കാര്യമെന്ന് ഞാൻ പറയും. കാരണം എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ്റെ ഒരു ഘടകം കൂടി കൊടുത്തില്ല, അല്ലെങ്കിൽ ഒന്നും വർദ്ധിപ്പിച്ചില്ല എന്നൊഴിച്ചാൽ ചെറുപ്പക്കാരുടെ ഏറ്റവും പുതിയ തൊഴിൽ മേഖലയാണ് GPUകൾ. അതായത് നമ്മുടെ DeepSeek പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ചിപ്പുകളും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹാർഡ്വെയറും വേണ്ട ഒരു കോമൺ ഫെസിലിറ്റിയെ പറ്റി അതിൽ പറഞ്ഞിരുന്നു. അതുപോലെ GCCകൾ, ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പിന്നെ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട ഗ്രോത്ത് കോറിഡോർ തുടങ്ങിയ കാര്യങ്ങൾ. അതേസമയം ഞങ്ങൾ യാഥാസ്ഥികമായി പറയുന്ന ഒരാളല്ല ഞാനും. കാരണം വളരെ സാധാരണക്കാരെ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യുന്ന സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്നതിന് ഈ വർഷം എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേസമയം തന്നെ സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കാത്തതാണ് അവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2 ഗഡു കൊടുക്കുമെന്നുള്ളത്. അവർക്ക് DAയുടെ പ്രഖ്യാപനം വന്നു എന്ന് മാത്രമല്ല, പഴയ ലോക്കിൻ പീരീഡ് ഉണ്ടായിരുന്ന പണം 2200 കോടി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. DA തന്നെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു DA വർദ്ധിക്കുമ്പോൾ ശരാശരി ഒരു 750 രൂപ മുതൽ 5000 രൂപ വരെ കിട്ടുന്ന തരത്തിലേക്കുള്ള വർധന ഒരു മാസം വരും. താൽക്കാലിക ജീവനക്കാർക്ക് ഒരു 1000 രൂപയ്ക്കടുത്ത് ശരാശരി 800-1000 രൂപയ്ക്കടുത്ത് കിട്ടുന്ന, അതുമുതൽ 2000 രൂപ വരെ കിട്ടുന്ന വർധന വന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലയിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ റിയലിസ്റ്റിക്കായിട്ട് വനം മേഖലയിൽ, തീരദേശ മേഖലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ, കുറേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തൊഴിലവസരത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒക്കെ അതിനകത്ത് സൂക്ഷ്മമായി നോക്കിയാൽ കാണാം.
അതിനൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിനകത്ത് ഒരു ചോദ്യം, സുജയുടെ ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ പൊള്ളയായ ബജറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കേട്ടോ. 1-2 ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തത്, ഈ പറയുന്ന കാരുണ്യ പദ്ധതിക്ക് 700 കോടി രൂപ താങ്കൾ ബജറ്റിൽ വകയിരുത്തുന്നു. അതേസമയം 1550 കോടി രൂപയുടെ കുടിശ്ശികയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ കണക്കുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് 1200 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും ബാക്കി 350 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കും നിങ്ങൾ നൽകാനുണ്ട്. അതുപോലെ സപ്ലൈകോയുടെ വിഷയത്തിൽ 700 കോടി രൂപ നിങ്ങൾ വെക്കുന്നുണ്ട്, 550 കോടി രൂപയോളം നിങ്ങൾക്ക് കുടിശ്ശിക കൊടുത്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ പൈസ നീക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ബാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതൊരു പൊള്ളയായ ബജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്താണ് അങ്ങയുടെ മറുപടി? ഈ നമ്മുടെ സർക്കാരുകൾ എന്നെടുത്താലും ഏത് സർക്കാർ വളരെ ധനപരമായി നല്ല മുന്നേ നിൽക്കുന്ന സ്റ്റേറ്റുകൾ എടുത്താൽ പോലും, അല്ലെങ്കിൽ ഡൽഹി യൂണിയൻ ബഡ്ജറ്റ് എടുത്താൽ പോലും, യൂണിയൻ്റെ കാര്യം എടുത്താൽ പോലും പഴയ കുടിശ്ശികൾ പലതും കുറച്ച് പൈലിങ്ങപ്പാവും കൊടുത്തു തീർക്കും. അത് ഏത് കാലത്തും ഉള്ളതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ വർഷം മാർച്ച് മാസം 1400 കോടിയാണ് എക്സ്ട്രാ ആയിട്ട് കണ്ടെത്തി കേരള ബാങ്കിന് സിവിൽ സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള കടം ആ പഴയ ബോറോയിങ് മാത്രം കൊടുത്തു തീർത്തത്. KTDFCക്ക് 300 കോടിയോളം കൊടുത്തു. അപ്പോൾ 700 കോടിയാണ് വെച്ചത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുന്നില്ല. ഇപ്പം മരുന്ന് മേടിക്കാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് മാത്രം നിന്നാണോ 700 കോടി വെക്കുന്നുണ്ട്, പക്ഷേ 1000-1200 കോടിയൊക്കെ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അത് ചിലവാക്കേണ്ടി വരും, ചിലവാക്കും. പക്ഷേ കുടിശ്ശിക ഒരിക്കലും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതി ഗവൺമെൻറ് സിസ്റ്റത്തിന് കാണില്ല. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ മാത്രം അന്ന് വരെയുള്ള എല്ലാ SC/ST സ്കോളർഷിപ്പും OEC സ്കോളർഷിപ്പും എല്ലാ ബില്ല് വന്നതും കൊടുത്തു തീർത്തു. എന്നാലും ഇപ്പോഴും പഴയ കുടിശ്ശിക എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് വെച്ചതല്ല പലപ്പോഴും കൊടുക്കേണ്ടി വരിക. മറ്റൊരു ഉദാഹരണം പറയാം, KSRTCക്ക് 1000 കോടി രൂപയല്ലേ ബഡ്ജറ്റ് വെക്കുന്നത്, 2500 കോടിയുടെ അടുത്ത് കൊടുക്കുന്നില്ലേ, പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നില്ലേ. അതുകൊണ്ടാണ് ഗവൺമെന്റ് ബാലൻസ് ചിലപ്പോൾ തെറ്റുന്നത്. ആകെ കണക്കി വെച്ചേക്കുന്നിടത്ത് ചിലയിടത്ത് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലടത്ത് ചെലവഴിക്കാത്ത പ്രശ്നം കൂടി വരുന്നുണ്ട് മിനിസ്റ്റർ. ഇപ്പോൾ ലൈഫ് മിഷന്റെ കാര്യത്തിൽ 1160 കോടിയല്ലേ വകയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അനുവദിച്ചത് 692 കോടി, പക്ഷേ ചെലവഴിച്ചത് 25% മാത്രമെന്ന് കേൾക്കുന്നു. പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 100 കോടി, കഴിഞ്ഞ തവണ അനുവദിച്ചതിന്റെ ഇരട്ടിയാണ്, 50 കോടിയായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ അലോക്കേഷനും എക്സ്പെൻഡിച്ചറും നോക്കുമ്പോൾ 20% മാത്രം. അങ്ങനെ പൊതുവിൽ അങ്ങനെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ വെച്ചിരുന്ന പണം ആ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 18,000 കോടി രൂപ അധികം ഈ വർഷം ചിലവാകുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നില്ല. തീരെ ചിലവഴിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ ചില സ്ഥലത്ത് പ്രയോറിറ്റി മാറിയൊക്കെ വന്നേക്കാം. ലൈഫിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ വർഷമാണെങ്കിൽ ഏറ്റവും വലിയ ഇൻക്രീസാണ് ലൈഫിന് കൊടുത്തേക്കുന്നത്. തദ്ദേശ വകുപ്പിന് തന്നെ ഏറ്റവും വലിയ ഇൻക്രീസാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പണം കൊടുക്കാതിരിക്കുന്നു എന്ന സ്ഥിതി, അല്ലെ ചെലവഴിക്കാതിരിക്കുന്നുള്ള സ്ഥിതി ഇല്ല എന്നാണ്. കഴിഞ്ഞ തവണ 25% എന്നുള്ളത് നിഷേധിക്കുകയാണോ? അങ്ങനെ പറയുന്നത് കഴിഞ്ഞ തവണ ചെലവഴിച്ചത് 25% എന്നുള്ളത് നിഷേധിക്കുകയാണോ? ഞാനത് നിഷേധിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അതെ പക്ഷേ അത് ഞാൻ നിഷേധിക്കുകയാണ്. പക്ഷേ വളരെ വിശദമായ കണക്കെടുത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചർച്ചയ്ക്കല്ല അല്ലാതെ തന്നെ എത്തിച്ചേരാം. കാരണം ലൈഫ് പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റിവെക്കാനോ കൊടുക്കാതിരിക്കാനോ പറ്റില്ല, ചികിത്സയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ചിലയിടത്ത് ഓർഗനൈസ്ഡായിട്ട് ചില വാർത്തകളും ബഹളങ്ങളും വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഇടയ്ക്ക് ഒരു സമരം വന്നു എന്നൊക്കെയുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. പക്ഷേ പൊതുവിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. മെഡിക്കൽ രംഗത്തിന് കൂടുതൽ എല്ലാ മേഖലയിലും, എല്ലാ 3 പ്രധാനപ്പെട്ട ആയുഷ് മേഖലയിലായാലും പിന്നെ മോഡേൺ മെഡിസിനിലായാലും എല്ലാം നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ട്. പൊതുവിൽ അതൊന്നും അവഗണിക്കാൻ പറ്റുന്ന മേഖലകളല്ല. മിനിസ്റ്റർ, ഒറ്റ കാര്യം കൂടി, ഈ LDF സർക്കാരിൻ്റെ വാഗ്ദാനം, ഒരു കാര്യം മിനിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടികളുടെ എണ്ണം കുറയുന്നു. ഇപ്പോൾ കേരളത്തിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു, പ്രായമായവരുടെ എണ്ണം കൂടുന്നു. അത് 2-3 ഭാഗത്തായി മിനിസ്റ്റർ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പെൻഷൻ പ്രായം കൂട്ടണം എന്നുള്ള ആവശ്യം പരിഗണിക്കേണ്ട സമയമായി എന്നുകൂടിയല്ലേ അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല അത്. പക്ഷേ വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും പഴയതിനേക്കാളും ആയുസ്സും ആരോഗ്യവും കഴിവും അത് ഭാവിയിൽ ഏത് ഗവൺമെൻറ് ആയാലും ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ ധാരണ. പക്ഷേ ഇപ്പോൾ നമ്മളൊന്നും അത് ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല. പലതരത്തിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നുണ്ട്, അതുണ്ടാക്കുന്ന പ്രതിസന്ധിയുണ്ട്. പെൻഷൻ പ്രായം മാത്രമല്ല, 6 ലക്ഷം പേര് പഠിച്ചൊരു കാലത്തെ സ്കൂളും അധ്യാപകരുമാണുള്ളത്. ഇപ്പം 3.25 ലക്ഷം 3 ലക്ഷം പേരാണ് ചേരുന്നത്. അപ്പോൾ അതേ അധ്യാപകർ, അതേ സ്കൂളുകൾ, അതേ നമ്പർ സംവിധാനം എല്ലാം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പ്രശ്നമുണ്ട്. ഇതെല്ലാ മേഖലയിലും വരും. ഇത് മാത്രമല്ല, ആളുകൾ കൺസ്യൂം ചെയ്യാവുന്ന കപ്പാസിറ്റിയും കഴിവുമുള്ള വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുടെ നമ്പർ കുറഞ്ഞാൽ പൊതുവിൽ എക്കോണമി ഷ്രിങ്ക് ചെയ്യില്ലേ? ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും ഭാവിയിൽ ഇതൊക്കെ ബന്ധപ്പെട്ട്. അത് പിന്നീട് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വളരെ വലിയൊരു പ്രതിസന്ധി എല്ലാ തരത്തിലും വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഈ തരത്തിലുള്ള പോപ്പുലേഷൻ്റെ വളരെ കുറവ് വരുന്നത്. മിനിസ്റ്റർ, ഈ എല്ലാ വികസിത രാജ്യങ്ങളിലും ഉള്ളൊരു കാര്യമാണ്. നല്ല എക്കോണമി വളരുമ്പോൾ ഉള്ളതാണ്.
മിനിസ്റ്റർ, ഈ വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിക്കഴിയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എപ്പോഴും ഒരു തുടർകുതിപ്പ് അങ്ങനെയാണ് നമ്മൾ ബജറ്റുകളിൽ കണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2391.13 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് 1083.82 കോടി. ഇതിൽ ഈ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൂർണ്ണമായും വിനിയോഗിക്കുന്ന രീതിയിലേക്ക് ഈ ബജറ്റിൽ നമ്മൾ നീക്കിവെക്കാറുണ്ട്. അത് പൂർണ്ണമായും വിനിയോഗിക്കുന്ന തരത്തിലേക്ക് ഈ രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഒരു പൂർത്തീകരണം അതുകൂടി ഉറപ്പാക്കാനായി സർക്കാർ ശ്രദ്ധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ശ്രമിക്കും എന്ന് മാത്രമല്ല, ഈ പദ്ധതികളിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ പണം സ്കൂൾ രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും ചിലവാകുന്നുണ്ട്. അതായത് കിഫ്ബി ഒക്കെ നടത്തുന്ന സ്പെൻഡിങ് പലപ്പോഴും ഇതി വരുന്നില്ലല്ലോ, കിഫ്ബി വഴിയുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് നടന്നിട്ടുള്ളത് സ്കൂൾ എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ രംഗത്തുമാണ്. ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും ധാരാളം കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ പ്രൊസീജിയർ അനുസരിച്ച് താമസിച്ച് പോകുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നല്ലപോലെ സ്പെൻഡിങ് ആ മേഖലയിലുണ്ട്. അത് കൂടുതൽ ആക്റ്റീവ് ആക്കണം. ഉദാഹരണത്തിന് എല്ലാ സ്ഥലത്തും നമ്മൾ ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ അടക്കമുള്ള ഹോസ്റ്റൽ പറഞ്ഞു. ഇതുവരെ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതുപോലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ്. അതിന് പണം തടസ്സമാവരുതെന്നുള്ള വാശി ഗവൺമെൻറ്റിനുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം ഈ LDF സർക്കാർ വന്നതിന് ശേഷം കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 376 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ പൂർത്തിയാകാൻ കിടക്കുന്നത് 400ഓളം കെട്ടിടങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണ പൂർത്തീകരണം അത് വേഗത്തിലാക്കുമോ എന്നതറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നത്. അതിപ്പോൾ ഈ തടസ്സങ്ങൾ മാറി നിർമ്മാണവും ടെൻഡറും ആയിട്ടുള്ളതെല്ലാം എത്തിത്തീരും. ചില സ്ഥലങ്ങളിൽ ഇനിഷ്യലി ഉള്ള സ്ഥലത്തിൻ്റെ പരിമിതി, ആ സാങ്ഷൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് ഒറ്റപ്പെട്ടതായിരിക്കും. എനിക്കറിയാം, എൻ്റെ മണ്ഡലത്തിൽ തന്നെ അവിടെ ഒരു 2-3 സ്കൂളിപ്പോൾ നേരത്തെ തൊട്ടേ തുടങ്ങി ഇപ്പോൾ പല പണി തുടങ്ങി സ്പീഡിൽ പോകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ അനുവാദത്തിൻ്റെയൊക്കെ ഫൈനൽ പൊസിഷൻ കാണും. എന്നാലും മഹാഭൂരിപക്ഷവും തുടങ്ങി വെച്ചിട്ടുള്ളത്, ടെൻഡർ ചെയ്തിട്ടുള്ളത് മുന്നോട്ട് പോകുന്നത് പൂർത്തീകരിക്കാൻ പറ്റും. അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണയില്ല, കേന്ദ്ര വിഹിതത്തിനുണ്ടായിട്ടുള്ള കുറവ്, ഇതൊക്കെ നമ്മളെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാരുടനീളം സംസ്ഥാനത്ത് യാത്ര ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോൾ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ 1,52,352 കോടി രൂപ റവന്യൂ വരവും 1,79,476 കോടി രൂപയുടെ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ഏതാണ്ട് 27,000 കോടിയുടെ കമ്മിയും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഈ സാമ്പത്തിക ഞെരുക്കം, നമ്മളിപ്പം 24,000 കോടിയുടെ പ്രത്യേക പാക്കേജൊക്കെ ചോദിച്ചിരുന്നു, ഒന്നും കിട്ടിയില്ല കേന്ദ്രത്തിൽ നിന്ന്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് ഇത് വിഭാവന ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് അങ്ങനെ 24,000 മറ്റു പാക്കേജോ ഒന്നും കിട്ടിയില്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സമ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊരു ഹെഡ് കൂടെ കാണും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ ചിലവും കൂടെ നോക്കിയിട്ട് ആകെ ചിലവ് വരുമ്പം അതിൽ നിന്നുള്ള നമുക്ക് പിന്നെ ഈ പൊതുകടം, ആ കടം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള പരിധിയിൽ അനുവദിക്കപ്പെട്ടതാണ്. ആ കടം നമുക്ക് എടുക്കാം. അത് എല്ലാ ഗവൺമെൻറ്റുകൾക്കും എടുക്കാം. ഇത്ര ശതമാനം, 3% അല്ലെങ്കിൽ 3.5% എടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി സ്റ്റേബിളായിട്ട് പോകാൻ പറ്റുന്ന കടമാണ് എടുക്കാൻ പറ്റുന്നത്. അതുകൂടെ എടുക്കുമ്പോഴത്തേക്ക് അതുകൂടെ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധിക്കകത്ത് നിന്ന് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ കണക്കിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ എന്തെങ്കിലും പാക്കേജിൻ്റെ കാര്യത്തിൽ തരും എന്ന് പ്രതീക്ഷിച്ചുള്ള ഒരു കണക്കും അതിലില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് താങ്കൾ പറയുന്നുണ്ട് റവന്യൂ വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 19,422 കോടി. 20,000 എന്ന് വയ്ക്കാം നമുക്ക് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന്. അതുപോലെ തന്നെ തനത് നികുതി വരുമാനം 9,888 കോടി. 10,000 നോക്കുക, അപ്പോൾ തന്നെ 30,000 കോടി പ്ലസ് ഒരു 1,240 കോടി നികുതി ഇതര വരുമാനം. ഏതാണ്ട് 32,000 കോടി എന്ന് പറയുന്നത് റവന്യൂ വരുമാനം, നികുതി ഇതര വരുമാനം, തനത് നികുതി വരുമാനം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റാണോ? അല്ല, അതായിരിക്കത്തില്ല കണക്ക്. ഒന്നുകൂടെ നോക്കിയേ, ഒരു 0 കൂടെ ഉണ്ടോ എന്നുള്ള ഞാൻ കാണുന്നില്ല. ഈ ഇവിടെ നേരെ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്ന അല്ല, റവന്യൂ വരുമാനത്തിൽ 13,400 കോടി രൂപയുടെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അതാണ്. അതേപോലെ 9,888 കോടി രൂപയുടെ തനത് നികുതി വരുമാനവും 1,240 കോടി രൂപയുടെ വർധനവും ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇത് ഇത്രയും വർധനവ് ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും. തനത് നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ ടാക്സിനകത്ത് ഈ വർധന അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഓരോ വർഷം നോക്കിക്കോളൂ, അങ്ങനെ വരുന്നുണ്ട്. നികുതി വരുമാനത്തിനകത്ത് കുറച്ച് ഡിപ്പെൻഡൻറ്റ് ടു ദി
അതായത് നമ്മുടെ ജി എസ് ടിയുടെ വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്, നമ്മുടെ പിന്നെ വാറ്റ്, പഴയ സെയിൽ ടാക്സ്, ഇതെല്ലാം കൂടി ചേർന്നാണ്. അതിനകത്ത് ചിലപ്പോൾ അല്പം വ്യത്യാസമൊക്കെ വന്നേക്കാം. അതിനകത്തൊക്കെ വ്യത്യാസം വളരെ വലിയ തരത്തിലൊന്നും വരില്ല. ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു പിന്നെ 10-15% ഒക്കെ വരാം. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ടാക്സ് വിഹിതം, ഇപ്പോൾ ഇൻകം ടാക്സ് അവർ കുറഞ്ഞു, 1 ലക്ഷം കോടി കുറഞ്ഞു. 1 ലക്ഷം കോടി കുറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു 1500 കോടി കുറയാം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരാം. പക്ഷേ പൊതുവിൽ നമ്മുടെ ഈ കാൽക്കുലേഷനേക്കാളും വലിയ പ്രശ്നം വരത്തില്ല. ചെറിയൊരു ലിവറേജ് ഉണ്ടാവും നമുക്ക്, ഇത്ര അല്ലാതെ പ്രശ്നം വരുന്നതില്ല. ഇതെല്ലാം വളരെ റിയലിസ്റ്റിക്കായ കണക്കാണ്. അത് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ പഴയ ഫോർമുല എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന കണക്കാണ്. അതിനകത്ത് വലിയ വ്യത്യാസം വരുന്നതല്ല സാധാരണ. മിസ്റ്റർ, ഇപ്പോൾ ലഹരി മൂലമുള്ള സംഭവങ്ങളെ, അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്ത് വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ ബജറ്റിൽ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനകത്ത് വിമുക്തി എന്ന് പറയുന്നതാണ് നേരിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ലഹരി പിന്നെ വിരുദ്ധമായ കാര്യങ്ങൾ. മറ്റുള്ളത് ഈ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുമൊക്കെ സ്കാറ്റർ ചെയ്തുള്ളതാണ്. അതിൻ്റെ എല്ലാ തുകയും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വിമുക്തിക്ക് എക്സൈസ് വകുപ്പിൻ്റെ ആ പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ പണം വെക്കുന്നത്. അത് സാധാരണ ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. ഇനിയും അതിൻ്റെ ആവശ്യമനുസരിച്ച് പുതിയ സ്കീമുകൾ ചിലത് പറയുമല്ലോ നമ്മുടെ ക്യാമ്പയിൻ, അതിനകത്തും പണം കൂട്ടി വെക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേൾക്കാമോ? കേൾക്കാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. കേൾക്കാം മിനിസ്റ്റർ, കേൾക്കാം. ഇപ്പോൾ കാണാം. അതുപോലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട മേഖല, ലഹരി പോലെ തന്നെ ഒരു ലഹരിയാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പ്. ഞാൻ ഇന്ന് ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യം, ഫിനാൻഷ്യൽ ലിറ്ററസി, അതുപോലെ സ്കൂളുകളിൽ ഉൾപ്പെടെ ഒരു സമ്പാദ്യശീലത്തെ പറ്റിയും ഫിനാൻസിനെ പറ്റി പഠിപ്പിക്കുന്ന കാര്യം. ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ പകുതി പൈസ കൊടുത്ത സ്കൂട്ടർ കിട്ടുന്നതിൻ്റെ പേര് 2000-3000 കോടി ഒരു ചെറുപ്പക്കാരൻ അടിച്ചുകൊണ്ട് പോയതാണ്. ഈ സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഈ തട്ടിപ്പിനകത്ത് സ്റ്റാർട്ടപ്പുകൾ വളരെ ശക്തിപ്പെടുക. തട്ടിപ്പിനകത്ത് സ്റ്റാർട്ടപ്പ് മോഡലുകളാണ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ചെറുപ്പക്കാരൻ വന്ന് പറ്റിച്ചാൽ ആ പറ്റിപ്പിനകത്ത് വീഴുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ലഹരി പോലെ തന്നെ അതിനേക്കാളും അപകടം പിടിച്ചാണ് ഇത്. 10,000 കോടി 2,000 കോടി അല്ല, ഞാൻ അതിനകത്ത് പോലീസിൻ്റെയും ഭരണത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ആ പ്രശ്നമേ അല്ല ഞാൻ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ആളുകൾക്ക് തോന്നുന്നു ഇങ്ങനെ കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ ആ ഒരു ബോധത്തിൽ ചെല്ലുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് പോലീസ് നിൽക്കട്ടെ, അല്ലെങ്കിൽ അന്വേഷണം നിൽക്കട്ടെ. അപ്പോൾ ഒരു അവയർനെസ്സിൻ്റെ പ്രശ്നമുണ്ട്. മയക്കുമരുന്ന് പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് എത്ര കേസുകളാണ് വരുന്നത്? ഞങ്ങളുടെ അടുത്തൊക്കെ എത്ര കേസുകളാണെന്ന് അറിയുമോ? പലപ്പോഴും നമ്മൾ പുറത്ത് വരുമ്പോഴാണ് അറിയുന്നത്. ചെറിയ ഒട്ടും വിശ്വസിക്കാത്ത കാര്യങ്ങളിൽ ജീവിതകാലം മുഴുവനുള്ളത് കളഞ്ഞു കുളിക്കുന്ന ആളുകളുണ്ട്. അല്ല, ജഡ്ജിമാരെ CBI ഓഫീസർ ഒരെണ്ണത്തിൽ ഇതുപോലെ തട്ടിപ്പോയി എനിക്കറിയാം. CBI ഓഫീസർ, PSSCയിലെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ 14-15% പലിശ കിട്ടും, 18% പലിശ കിട്ടും എന്ന് പറയുമ്പോൾ കൊണ്ടിട്ട് ജീവിതകാലത്തെ മൊത്തം പൈസ കളയുകയാണ്. അങ്ങനത്തെ ഓർത്ത് അബദ്ധം പറ്റുന്ന ആളുകൾ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു നല്ല ക്യാമ്പയിൻ വേണം. അതുപോലെ തന്നെയാണ് ലഹരി വളരെ പ്രധാനമാണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതല്ല. ഞാൻ അതിൻ്റെ കൂട്ടല്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നൊരു അപകടകരമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ മിനിസ്റ്റർ, ഈ ഒരു ബജറ്റിനെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനങ്ങളായിരിക്കുമല്ലോ വരാൻ പോകുന്നത്. അതിനെല്ലാം പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നതാണ് അങ്ങയുടെ ഒരു മറുപടി. ആ മറുപടിയിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, പ്രതിപക്ഷം തീർച്ചയായിട്ടും വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കും എന്നുള്ളതിന് തർക്കമില്ല. വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഒരു ജോലി തന്നെ വളരെ ക്രിട്ടിക്കലായി കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ്. പക്ഷേ അത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ആവണം, വസ്തുതയാവണം, അവർ പറയുന്നത് വിശ്വസനീയമാവണം. എന്തായാലും ഞാനിതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് 100% നമ്മുടെ ധാരണയനുസരിച്ച്, അറിവനുസരിച്ച്, ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായിട്ടുമാണ് ഈ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന്, താങ്കൾ ഈ ക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല. അപ്പം ക്ഷേമ പെൻഷൻ 2100 രൂപ വരെയൊക്കെ എത്തിക്കും എന്നായിരുന്നല്ലോ വാഗ്ദാനം. അത് നടപ്പാക്കുന്നില്ല. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അതും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സർക്കാർ ജീവനക്കാരെ പ്രതിഷേധം ഉണ്ടാക്കുക. അതേപോലെ തന്നെ കോർട്ട് ഫീസ് ഉയർത്തി എന്ന് പറയുക. അതേപോലെ തന്നെ ഭൂനികുതി ഉയർത്തി എന്ന് പറയുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ ഇപ്പം തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞു. എന്ന് മാത്രവുമല്ല, നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ നിങ്ങളിത് ഇങ്ങനെ നിയമസഭയിൽ പറയും, നിയമസഭാ ബജറ്റ് പാസ്സാക്കും, അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ പ്ലാനെല്ലാം പകുതിയായിട്ടും 40%, 25% ഒക്കെ വെട്ടിച്ചുരുക്കും. ഈ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്.
അല്ല, അവരുന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ ഫ്ലോറിൽ കേട്ടിട്ട് മറുപടി പറയാനല്ലേ പറ്റൂ. എന്തായാലും ഭൂനികുതി പോലുള്ള കാര്യങ്ങളിൽ ഞാൻ ഒരു കാര്യം പറയാം. 5 രൂപ എന്നുള്ള ഭൂനികുതി 7.5 രൂപയാക്കി ഒരു ആറിന് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റ് ഉള്ള ഒരാൾക്ക് 20 രൂപ ഉണ്ടായിരുന്ന നികുതി 30 രൂപയാക്കി ഒരു വർഷം. ഇതുപോലുള്ള നികുതി വർധനയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഏറ്റവും കുറഞ്ഞ ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും കുറച്ച് അഡീഷണൽ റവന്യൂ കണ്ടെത്തിയ ഒരു ബഡ്ജറ്റ്. അത് 300 കോടിക്ക് അടുത്ത് മാത്രമേ വർധനയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആളുകൾ വിശ്വസിക്കുമോ? കോടതി ഫീസ് 1 രൂപ ഉള്ള ഫീസുണ്ട്, 1960 ഫിക്സ് ചെയ്ത ഫീസ്. 1 രൂപ ഉള്ള ഫീസുണ്ട്, 2 രൂപ ഉള്ള ഫീസുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചില വർധന അത് 5 രൂപയാക്കി 10 രൂപയാക്കി എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ ഓരോന്നും വെച്ച് നോക്കിയല്ലേ വരിക. ഇതിലിപ്പോൾ എന്തായാലും കോർപ്പറേറ്റ് നിക്ഷേപവും സ്വകാര്യ പങ്കാളിത്തവും ഉൾപ്പെടുത്തി വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബൃഹത് പദ്ധതിയൊക്കെ കയ്യടി കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തല്ലുമുണ്ട് തലോടലുമുണ്ട്. അങ്ങനെ ഒരു കോംബോ ബജറ്റായിട്ട് ആയിരിക്കും ഒരുപക്ഷെ വിലയിരുത്തപ്പെടുക. അതിലൊരു ആശ്വാസവും ഉണ്ടല്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ഉണ്ട്. വലിയ തോതിൽ തൊഴിൽ സാധ്യത, നിക്ഷേപം, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇവിടെ തന്നെ കൂടുതൽ ജോലി കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ഒരു പ്രയോറിറ്റി ചെയ്ത് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗവേഷണവും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റും അതിനുള്ളൊരു പിന്നെ പ്രാധാന്യമുണ്ട്. അത് കേരളത്തിൽ ആ മാറ്റം ഉണ്ടാവും. അതിൻ്റെ ഒരു ഗുണവും അംഗീകാരവും കിട്ടും. വിമർശനം രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം ഉണ്ടാവും, സത്യസന്ധമായ വിമർശനം, ആത്മാർത്ഥമായ വിമർശനമുണ്ട്. ശ്രീ കെ എൻ ബാലഗോപാലി കുറച്ച് കൊല്ലം സ്നേഹി ഈ ബജറ്റിൽ കൂടിയിട്ടുണ്ടോ? കൊല്ലത്തുനിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? താങ്കളുടെ മണ്ഡലമാണ്, അത് മോശമൊന്നുമല്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ പുനലൂര്, കൊല്ലം, കൊട്ടാരക്കര, IT പാർക്ക്, അങ്ങനെ പല കാര്യങ്ങൾ ആ ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു കൊല്ലം ബജറ്റ് സ്വഭാവം കൂടി ഇത് കാണിച്ചിട്ടുണ്ട് എന്നൊരു അടക്കം പറച്ചിലുണ്ട്. അങ്ങനെ അടക്കം പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ ജില്ലയിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നോക്കിയോ ഇതിനേക്കാൾ എത്രയോ അധികമാണ് ഈ പിന്നെ ഓരോ സ്ഥലത്തുള്ളൂ. ഇന്നലെ കണ്ണൂർ IT പാർക്കും അതിൽ പറഞ്ഞിട്ടുണ്ട്, കൊല്ലം IT പാർക്കും പറഞ്ഞിട്ടുണ്ട്. 250 കോടിയോളം രൂപ കണ്ണൂർ IT പാർക്കിന് ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തു നിന്നുള്ള പാലക്കാടേക്കുള്ള ഗിഫ്റ്റ് സിറ്റി, അതുപോലെ പിന്നെ കോറിഡോർ, അതിന് വലിയ തുകയുണ്ട്. കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് അതുപോലെ കോഴിക്കോട് മെട്രോ റെയിൽ അടുത്ത വർഷം തിരുവനന്തപുരത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ കോറിഡോർ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒരു പുതിയ മോഡൽ പറഞ്ഞു, IT പാർക്കിൻ്റെ കാര്യത്തിനകത്ത് പൈസ നേരിട്ട് മുടക്കി സ്ഥലം എടുക്കാതെ കോർപ്പറേഷനുമായിട്ട് ചേർന്ന് ഇങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ചില മോഡലുകൾ ആയതുകൊണ്ടാണ് സ്പെസിഫിക്കായി പറഞ്ഞത്. എന്തായാലും എല്ലാ സ്ഥലവും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൊല്ലത്തും നല്ലതുപോലെ വികസനം വരണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത്. ഇന്നിപ്പം അങ്ങ് നടത്തിയ ഈ ബജറ്റ് പ്രസംഗത്തിൽ 2025 തന്നെ ഈ പറയുന്ന ദേശീയപാത തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ്. വലിയൊരു തുക 4,000 കോടിക്ക് മേളിലാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. 2026 ബഡ്ജറ്റ് സെഷൻ എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ 26 ബഡ്ജറ്റ് സെഷന് നിങ്ങൾക്ക് പുതിയ റോഡിൽ കൂടെ വരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഈ പൊടിയടിച്ച് യാത്ര ചെയ്യുമ്പോഴും ഇത് വളരെ പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. അപ്പം ഒരു വർഷത്തിനുള്ളിൽ ഇത് സത്യമാകാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയാണ് ടൈമിങ്, അവരുടെ ടൈമിങ് അങ്ങനെയാണ്. ഏതെങ്കിലും ഇടയ്ക്ക് കുറേ സ്ഥലമൊക്കെ ഫില്ല് ചെയ്യാൻ കാണും. പക്ഷേ ഇപ്പോൾ തന്നെ കാസർഗോഡ് മേഖലയിൽ കുറേ സ്ഥലത്ത് റോഡുണ്ട്, കണ്ണൂരുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് തന്നെ കുറേ സ്ഥലത്ത് നമ്മൾ പുതിയ റോഡിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ റേഞ്ച്, ഓരോ സ്ഥലത്ത് മാറ്റമുണ്ട്. അതുകൊണ്ട് അവരുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ആ സമയം വരേണ്ടതാണ്. ഇനി ഒറ്റപ്പെട്ട് ചില സ്ഥലം വല്ലതും ഫിനിഷ് ഉണ്ടാവാനുണ്ടോ എന്നറിയില്ല. പൊതുവിൽ അതാണ് അവരുടെ ടൈമിങ്, അവരുടെ ടൈം പ്ലാൻ അതാണ്. ശരി മിനിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ഇത്ര നേരം നമ്മുടെ ഒപ്പം നിന്നതിനും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയതിനും വളരെയധികം നന്ദി.